In addition to that, there is a charitable institution very near to the Medical College of Kottayam, and that is called Mar Grigorios Karunya Nilayam. I invite you to that institution if you happen to come to Kottayam, because there you can see, even though without much publicity, there is a wonderful work going on in that Jeevakarunya Prasthanam. It's we accommodate some 50 people who come for radiation, chemotherapy, etc. for cancer treatment. But now people of all religions, Orthodox, CSI, ഒരു അച്ഛൻ്റെ ഒരു എഴുത്ത് ഉണ്ടായിരിക്കണം, ഇയാളിന് സൗകര്യം കൊടുക്കണമെന്ന് മാത്രം. അങ്ങനെ വരുന്നവരെ ഞങ്ങൾ സ്വീകരിച്ച് അവർക്ക് അവിടെ താമസ സൗകര്യം കൊടുക്കും. And they undergo the treatment, and the bystanders are also allowed to stay with them. അതൊരു 50 പേര് അവിടെ വന്ന് താമസിക്കുന്നുണ്ട്. അവർക്ക് കാലത്ത് വൈകിട്ടുള്ള പ്രാർത്ഥനയുണ്ട്. We give them counseling for those who require it. And then അതോടൊപ്പം തന്നെ അവിടെ ചെയ്യുന്ന മറ്റൊരു വലിയ കാര്യം, we are feeding about 800 people every day. ഉച്ചയ്ക്ക് ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ ദിവസവും എക്സെപ്റ്റ് സൺഡേ. അതുകൊണ്ട് നിങ്ങൾ വരുന്നുവെങ്കിൽ ഏതെങ്കിലും ദിവസം വന്നാൽ ഉച്ചയ്ക്ക് 11 മണിയോടുകൂടി എത്താമെങ്കിൽ you can see long line of people standing there with their bowls and there with their പാത്രങ്ങളൊക്കെ ആയിട്ട് they come for the what we give is kanni, payar, pickle and papad, and these 3 items we give, and about 800 people every day they come for it. ഇതെല്ലാം ആശുപത്രിയിൽ പേഷ്യൻസ് ആയിട്ട് കിടക്കുന്നവരാണ്, അവരോട് കൂടെ നിൽക്കുന്നവരുമാണ്. അവർ ആശുപത്രിയിൽ നിന്നുള്ള ചുറ്റും വാങ്ങിക്കൊണ്ടാണ് അവിടെ വരുന്നത്. അത് ഇപ്പോഴും അങ്ങനെ ഒരു സർവീസ്. In addition to that, we give 3,000 rupees worth free medicine for the poor patients in the hospital. ആശുപത്രികളിൽ ഇപ്പോഴും ഗവൺമെൻറ് ആശുപത്രിയാണ് എന്ന് പറഞ്ഞാലും അവിടെ മരുന്നൊന്നും എഴുതി കൊടുക്കുക അല്ലാതെ കാര്യമായ മരുന്നൊന്നും കൊടുക്കുന്നില്ല നമ്മുടെ ആശുപത്രികളിൽ. അതുകൊണ്ട് ഈ സപ്ലൈകൾ അങ്ങനെ ഒരു വലിയ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് മാർ ഗ്രിഗോറിയോസ്, പരിമളത്തിൻ്റെ നാമത്തിലാണ് മാർ ഗ്രിഗോറിയോസ് കാരുണ്യ നിലയം, വെരി ക്ലോസ് ടു ദ മെഡിക്കൽ കോളേജ്. If you happen to come to medical college, you cannot miss this building because this is the tallest building, 6-story building in that area. അതിൻ്റെ ഉത്ഭവം എങ്ങനെ എന്നുള്ളത് ഇപ്പം ഞാൻ വിവരിക്കുന്നില്ല. ആൻഡ് that is one thing. അതിൻ്റെയും ഒരു ഡയറക്ടറിന് വെച്ചിട്ടുണ്ട്. പലതിലും എല്ലാവർക്കും ഒരു സ്വീകാര്യത ഉള്ളതുകൊണ്ട്, അക്സെപ്റ്റൻസ് ഉള്ളതുകൊണ്ട് I am putting ഞാൻ കാര്യമായിട്ടൊന്നും പ്രവർത്തിക്കാൻ ഒക്കുന്നില്ലെങ്കിലും അവിടെ അതിൻ്റെ ഒരു പ്രവർത്തനം നടക്കുന്നത് ഓർമ്മപ്പെടുത്തുന്നു. ആൻഡ് അറ്റ് ദ മൊമെന്റ്, ഈ കഴിഞ്ഞ ആഴ്ചയിൽ when the President of India came to Kerala, he actually inaugurated a project of this കാരുണ്യ നിലയം. ആ പ്രോജക്റ്റിൻ്റെ പേര് ലൈറ്റ് ഓഫ് ലൈഫ് എന്നാണ്. ലൈറ്റ് ഓഫ് ലൈഫ്, ജിജി തോംസൺ IAS, നിങ്ങൾക്കറിയാം, നോർക്കാരിയൊക്കെ സെക്രട്ടറി ആയിരിക്കുന്ന ജിജി തോംസൺ ഈസ് ദി കോർഡിനേറ്റർ ഓഫ് ദിസ് പ്രോജക്റ്റ്. ഇത് മറ്റൊന്നുമല്ല, ഈ കാരുണ്യ നിലയത്തിൻ്റെ ചുമതലയിൽ 100 ക്യാൻസർ പേഷ്യൻസ് ആയിരിക്കുന്ന കുട്ടികൾക്ക് അണ്ടർ 50 ഓൾ ഓവർ കേരള വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ, അങ്ങനെയുള്ളവരുടെ ട്രീറ്റ്മെൻറ്റ് മുഴുവനും ഇതിൻ്റെ ചുമതലയിൽ നടത്തുക എന്നുള്ള ഒരു വലിയ അംബിഷ്യസ് പ്രോജക്റ്റ് ഇനോഗ്രേഷൻ ചെയ്തു മാമൻ മാപ്പിള ഹോളിൽ വെച്ച്. അതിന് ഇനി ഒരാളുടെ ട്രീറ്റ്മെൻറ്റിന് മുഴുവൻ ട്രീറ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ സെമിനാറിൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിന് 3.5 ലക്ഷം രൂപ ചിലവായി. ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടി ചിലവായത്. അതുപോലെ 100 പേരുടെ എന്ന് പറയുമ്പോൾ യു ക്യാൻ ഇമാജിൻ ഹൗ മച്ച് മണി ഇറ്റ് ഇൻവോൾവ്സ്. ബട്ട് മെനി പീപ്പിൾ ഹാവ് കം ഫോർവേഡ്. ഇത് കേട്ടിട്ട് പല ആളുകൾക്കും താല്പര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ ക്യാൻസർ എന്ന് പറയുന്നത് വളരെ വൈഡ് സ്പ്രെഡ് ആയിട്ട് ഉണ്ടായിരിക്കുന്ന ഒന്നാണ്. എന്തുകൊണ്ട്, എങ്ങനെ കാരണങ്ങളെപ്പറ്റിയൊന്നും ഞാൻ അനലൈസ് ചെയ്യാനായിട്ടല്ല. ഞാനും ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നത് കൊണ്ട് മാത്രമല്ല, കോട്ടയം മെത്രാപ്പോലീത്ത അഭിമന്യ മാർ ഇവാനിയോസ് തിരുമേനി ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ക്യാൻസർ പേഷ്യൻസിൻ്റെ ഒരു പ്രത്യേക പരിഗണനയുണ്ട്.
എവിടെയെങ്കിലും ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ ഐ വിൽ ഗോ ആൻഡ് തിരുമേനി ഓൾസോ വിൽ ഗോ ആൻഡ് സീ വെദർ of this church or that church or a Christian or non-Christian doesn't matter. We always go and see them. അത് പ്രത്യേകിച്ച് ഞങ്ങളെ കാണുന്നത് ഒരു ആശ്വാസമാണ്. ബിക്കോസ് വി ഹാവ് ബീൻ വണ്ടർഫുള്ളി ക്യൂർഡ്. അത് അങ്ങനെയുള്ള ഒരാൾ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നതും ദാറ്റ് ദ ഹീലിംഗ് ഈസ് ഈവൻ നൗ പോസിബിൾ എന്നൊരു അഷ്വറൻസ് കിട്ടുന്നതും ഫോർ ദീസ് പീപ്പിൾ ഇറ്റ് ഗീവ്സ് ദം ഗ്രേറ്റ് കോൺഫിഡൻസ് ടു ഫേസ് ദി ഗ്രേറ്റ് ഓഡിയൻ. ക്യാൻസർ ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഓർക്കുന്നു, വൺ ഈവനിങ് വൺ അച്ഛൻ, എ ഫോർമർ സ്റ്റുഡൻറ്റ് ഓഫ് ദ സെമിനാരി, മൈ സ്റ്റുഡൻറ്റ്, ഹി കെയിം ടു മൈ ഹൗസ് അറ്റ് കുറിച്ചി. വളരെ ആകപ്പാടെ അസ്വസ്ഥനായിട്ടാണ് വന്നത്. ഐ ആസ്ക്ഡ് ഹിം വാട്ട്സ് ദ മാറ്റർ. അച്ഛനോട് കാര്യം പറയാനായിട്ടാണ് വന്നത്. എൻ്റെ ഫാദറിന് കോട്ടയത്ത് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഇപ്പം ഡയഗ്നോസിസ് കഴിഞ്ഞപ്പോഴേക്ക് മനസ്സിലായി ഈ ക്യാൻസർ. അതുകൊണ്ട് ഇങ്ങോട്ടാണ് ഞങ്ങൾ പോകേണ്ടത്, എന്ത് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് എന്നൊക്കെ അറിയാനായിട്ട് അച്ഛനെ അറിയാമല്ലോ. ഞാൻ ഓഫ് കോഴ്സ് എനിക്ക് പരിചയമുള്ള ഒത്തിരി ഡോക്ടേഴ്സ് ഉണ്ട്, അവരുടെയൊക്കെ കോൺടാക്റ്റിന് ഞാൻ ശ്രമിച്ചു. ആൻഡ് ഹി വാസ് ഡയറക്റ്റഡ്. ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെയുള്ള ഈ അണ്ടർ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ക്യൂറബിൾ ആണെന്ന് ഡോക്ടേഴ്സിന് ബോധ്യമുള്ളവർക്ക് അവരുടെ മുഴുവൻ എക്സ്പെൻസും ഏറ്റെടുത്ത് നടത്തുവാനുള്ള ഒരു പ്രോജക്റ്റും കൂടി ഈ പറയുന്ന കാരുണ്യനിലയം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. We were looking for the president to come and inaugurate it, and he was good enough. Of course, Mr. K. Matthew Malayalam Manorama is behind it. He is the president of the project, and therefore it was easy to get the president. About ഇന്നത്തെ ചിന്താവിഷയത്തെ പറ്റി അച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. That also came as a ഇതിന് മുമ്പ് എഴുതിക്കൊണ്ടിരുന്ന ഒരു ടി ചാണ്ടി സാറുണ്ട്, മനോരമയിലെ സ്റ്റാഫിൽപ്പെട്ട ആളായിരുന്നു ടി ചാണ്ടി. അദ്ദേഹം ബിലോങ്സ് ടു ദി മാർത്തോമ ചർച്ച്. നല്ലൊരു എഴുത്തുകാരനും എൻ്റെ ഒരു വലിയ ക്ലോസ് ഫ്രണ്ടുമായിരുന്നു. അദ്ദേഹം എഴുതി ദീർഘനാൾ അനവധി വർഷമായി എഴുതിക്കൊണ്ടിരുന്നു. ആൻഡ് ദെൻ ഹി കുഡ് നോട്ട് റൈറ്റ്. കാഴ്ചയില്ല, സ്ട്രോക്കായി, പ്രയാസമായി. ആൻഡ് ദെൻ they approached several people to get this series continued. പക്ഷേ അവർക്കെന്തോ then last they came to me. I said I am not free to undertake such a important responsibility. But ഇപ്പോൾ 14 വർഷമായി 6 പുസ്തകങ്ങൾ ഇതിൻ്റെതായിട്ട് ഇപ്പോൾ വോളിയൂംസ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് ഒക്കെ തന്നെ CSS ക്രൈസ്തവ സാഹിത്യ സമിതി തിരുവല്ലയാണ്. പലരും 3 എഡീഷനും 2 എഡീഷനും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പുസ്തകങ്ങളും നിങ്ങൾക്ക് അത് വാങ്ങിക്കാവുന്നതാണ്. നാട്ടിൽ പോകുന്നവർക്ക് തിരുവല്ല ക്രൈസ്തവ സാഹിത്യ സമിതിയാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഒന്നിൻ്റെ പേര് ഇന്നത്തെ ചിന്താവിഷയം, 101 സാന്ത്വന ചിന്തകൾ, 101 അമൂല്യ ചിന്തകൾ, 101 അനശ്വര ചിന്തകൾ, 101 പ്രത്യാശാ ചിന്തകൾ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് 101 പ്രചോദന ചിന്തകൾ. ഇവിടെ വന്നും കഴിഞ്ഞ 2 ദിവസം അല്പസമയം എനിക്ക് കിട്ടിയപ്പോൾ 2 ചിന്താവിഷയം എഴുതി. So that my absence should not create any vacuum there, and therefore this will continue as long as I could do it. Anyhow, I seek your prayers for all the work that is being done, and God certainly will help me to carry on His work, not my work, His work. ഇന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതായ വേദഭാഗം, it is taken from St. John's Gospel, chapter 15, verse 15. St. John's Gospel, those of you who have Bible may tell us St. John chapter 15, verse 15. I shall read these 2 verses together, 14 and 15. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. പിന്നെയും താഴോട്ട് 15ാമത്തെ വാക്യത്തിന്റെ അവസാനത്തിൽ പറയുന്നു, നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. യു ആർ മൈ ഫ്രണ്ട്സ്. യു ആർ മൈ ഫ്രണ്ട്സ്. ഐ ഹാവ് കോൾഡ് യു മൈ ഫ്രണ്ട്സ്. ഞാൻ നിങ്ങളെ എൻ്റെ സ്നേഹിതന്മാർ എന്ന് വിളിച്ചിരിക്കുന്നു. ഇതാണ് നമുക്ക് ഇന്ന് ചിന്തിക്കുവാനായിട്ടുള്ളത്. In other words, the subject of our meditation is friendship of
Jesus Christ. The transforming friendship of Jesus Christ. യേശു ക്രിസ്തുവിന്റെ അത്ഭുതകരമായ സഖിത്വം. എന്നോട് മലയാളം പറയുകയാണെങ്കിൽ കട്ടിയുള്ള വാക്കുകൾ പറയരുത് എന്ന്. I shall try to be as simple as possible in Malayalam as well as in English, so there won't be any communication gap. Our Lord said, I have called you my friends. See, in the Bible, in the Old Testament, you find there was a great expectation that the friendship of God will be possible for His devout people. ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് യഹോവയുടെ സഖിത്വം ഉണ്ടാകും. In Psalm 25, verse 14, it is said that the friendship of God will be there for the devout people. That the ഭക്തന്മാർക്ക് യഹോവയുടെ സഖിത്വം ഉണ്ടാകും. ഇങ്ങനെ ദൈവത്തിന്റെ സ്നേഹിതന്മാർ എന്ന് പേര് കേട്ട പലരെ പറ്റി നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. Can you remember? Can you mention any one of them who was called a friend of God? ദൈവത്തിന്റെ സ്നേഹിതന്മാർ എന്ന് പലരെ കുറിച്ച് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒന്ന് അബ്രഹാം, ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാം. നാം വായിക്കുന്നു, ഇങ്ങനെയാണ് പറയുന്നത്, എന്റെ സ്നേഹിതനായ അബ്രഹാം. That is what the Lord Himself says. That is His testimony. He says that Abraham is my friend. എന്റെ സ്നേഹിതനായ അബ്രഹാം എന്നാണ് പറയുന്നത്. Then about Enoch, അല്ലെങ്കിൽ ഹാനോക്ക്. ഹാനോക്കിനെ പറ്റി എന്താ പറയുന്നത്? ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. Hand in hand. He walked with God. Such intimacy he maintained. That is what the position of Enoch. പിന്നെ നമ്മൾ വായിക്കുന്നു മോശയെക്കുറിച്ച്. in Exodus 33:11 we read, ഒരുത്തൻ തന്റെ സ്നേഹിതനോട് എന്ന പോലെ മോശ ദൈവം സംസാരിച്ചു എന്ന്. ഒരു സ്നേഹിതനോട് എന്ന പോലെ തന്നെ. So these people, Abraham, Moses and all these illustrious people of the Old Testament times, they had a close friendship with God. യഹോവയുമായി അടുത്ത സഖിത്വം പുലർത്തിയവരായിരുന്നു എന്ന് നമുക്ക് കാണാം. But there was a limitation for their friendship. അവരുടെ സഖിത്വത്തിന് ഒരു പരിമിതി ഉണ്ടായിരുന്നു. അതിന് ഒരു പരിധി ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് അവർക്ക് ഈ സഖിത്വം പുലർത്തുവാൻ കഴിയുമായിരുന്നില്ല. ആ പരിധി പരിഹരിക്കുവാനായിട്ട്, ആ കുറവ് പരിഹരിക്കുവാനായിട്ട് എന്താ ചെയ്തത്? God became man and dwelt among us so that the friendship could be intimate, more close. ആ സഖിത്വം കുറെ കൂടെ ദൃഢമായി തീരുവാൻ, ദൈവത്തോടുള്ള നമ്മുടെ കൂട്ടായ്മ കുറെ കൂടെ ശക്തമായി തീരുവാൻ തക്കവണ്ണം അങ്ങ് വിദൂരയിലിരിക്കുന്ന ദൈവമല്ല, not a transcendent God up there in heaven, but one who has come down and became incarnate, identified with our old life. അങ്ങനെ മനുഷ്യരായി തീർന്നപ്പോഴാണ് കർത്താവ് ആ ശിഷ്യന്മാരോട് പറഞ്ഞത്. എന്താ പറഞ്ഞത്? I have called you my friends. അപ്പോൾ ഈ എന്തിനായിട്ടാണ് താൻ മനുഷ്യരായി തീർന്നത് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം ഞാൻ പറയാം. So that man could have a very close friendship with God. ദൈവവുമായിട്ട് ഏറ്റവും അടുത്ത ഒരു ബന്ധം, സഖിത്വം പുലർത്തുവാൻ സാധിക്കുവാൻ തക്കവണ്ണം അതിനുവേണ്ടിയാണ് അവിടുന്ന് മനുഷ്യനായി തീർന്നത് എന്ന് നമുക്ക് ഓർക്കുവാൻ കഴിയും. അടുത്തൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, ഇത് ആരോടാണ് കർത്താവ് പറഞ്ഞത്? I have called you my friends. നിങ്ങൾ എന്റെ സ്നേഹിതന്മാരാണെന്ന് പറഞ്ഞത് ആരോടാ? To the disciples. And who are the disciples? Illiterate people. സാധാരണക്കാരായ ആളുകൾ, മത്സ്യബന്ധികളായിരിക്കുന്ന ആളുകൾ. The fisher folk. Illiterate people. Not the elite, not the educated, not the intellectuals, not the hierarchs, but just ordinary people. സാധാരണക്കാരായ ആളുകൾ. അവരെ നോക്കിക്കൊണ്ടാ പറയുന്നത്, I have called you my friends. What a great privilege it is to be called the friends of God, of Christ. He did not say you are my servants. നിങ്ങൾ എന്റെ ദാസന്മാരെന്നല്ല പറഞ്ഞത്, നിങ്ങൾ എന്റെ വേലക്കാരെന്നല്ല പറഞ്ഞത്. പിന്നെ പറഞ്ഞത് നിങ്ങൾ എന്റെ സ്നേഹിതന്മാരാകുന്നു. You are my friends. These are the words of Christ. Remember that.
യേശുക്രിസ്തുവിന്റെ വാക്കുകളാണ്. ആ പാവപ്പെട്ട ആ സാധാരണക്കാരായ ആളുകളെ നോക്കിക്കൊണ്ട് പറയാൻ, യു ആർ മൈ ഫ്രണ്ട്സ്. ദ സെയിം തിങ് ഈസ് സെഡ് ടുഡേ, യു ആർ മൈ ഫ്രണ്ട്സ്. ഇവിടെ നമ്മൾ വളരെ പ്രശ്നപൂർണമായ ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. എനിക്കറിയാം, നാട്ടിൽ നിന്ന് പറിച്ചു നട്ട് ഇവിടെ വന്ന് വഴി കഴിയുന്നവരാണ്. നാട്ടിലെ സംസ്കാരം ഒന്ന് വേറെ, അവിടുത്തെ കൾച്ചർ, അവിടുത്തെ നമ്മൾ പരിചയിച്ചിരിക്കുന്ന സാഹചര്യം, അതിനൊക്കെ വ്യത്യസ്തമായിരിക്കുന്ന ഒന്നിലാണ് ഞാൻ നിങ്ങൾ ഇവിടെ കഴിയുന്നത്. എനിക്കറിയാം. Uprooted, and now here in the entirely different cultural milieu you are placed. You live with ഇതിനൊക്കെ വ്യത്യസ്തമായ ഒന്നിലാണ്. ഇവിടെയാണ് നമുക്ക് ഈ നിശ്ചലമായ യുണീക്കായിട്ടുള്ള ഈ സ്നേഹിതന്റെ സാന്നിധ്യവും ആ ചൈതന്യവും ആ ഗൈഡൻസും ഒക്കെ നമുക്ക് വേണ്ടിയിരിക്കുന്നത്. ഇൻ ദിസ് വേൾഡ് where there is so much of distractions and so much of demoralizing influences, and here our Lord says, you are my friends. നിങ്ങളെ സ്നേഹിതന്മാരാണ്. And this evening let us meditate on these words, you are my friends. ഈ പറയുന്നതിന് ഒരു പ്രത്യേക പശ്ചാത്തലം കൂടിയുണ്ട്. When our Lord said, you are my friends, friends with inverted commas, what does it mean? In the royal courts of the emperors, ancient emperors and kings, there were a bunch of people who were called the friends of the king. രാജാവിന്റെ തോഴന്മാർ, തോഴികൾ എന്ന് പറയുന്നത് പോലെ തന്നെ the friends of the king എന്നാ പറയുന്നത്. And these friends of the king എന്ന് പറയുന്ന ആളുകൾക്ക് they had certain privileges which other people did not enjoy. These friends of the king can come to his presence anytime without any previous notice or getting permission from the king, because they are free. They are the friends of the king. As such, they can come to his presence, they sit with him, chat with him, play with him, and such intimacy they were able to maintain. അപ്പോൾ അങ്ങനെ ഈ രാജാവിന്റെ കൊട്ടാരത്തിൽ രാജാക്കന്മാരുടെ സ്നേഹിതന്മാർ എന്ന് പറയുന്ന ആളുകൾക്ക് ലഭിച്ചിരുന്ന പദവി ഈ സ്വാതന്ത്ര്യമാണ്, ഈ പറയുന്ന ആ അടുപ്പമാണ്. അതാണ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. എന്ത്? യേശു കർത്താവിന്റെ അടുക്കിലേക്ക് അടുത്തു ചെല്ലുവാൻ, അവിടുത്തോട് ഉടപ്പം പുലർത്തുവാൻ, അവിടുത്തോട് ഹൃദയം തുറക്കുവാൻ, അവിടുത്തോട് അടുത്ത ബന്ധത്തിൽ ജീവിക്കുവാൻ ഉള്ള ഒരു വലിയ പ്രിവിലേജാണ് കർത്താവ് നമുക്ക് നൽകിക്കൊണ്ട് പറയുന്നത്. ഐ ഹാവ് കോൾഡ് യു മൈ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു ജസ്റ്റ് ലൈക്ക് എ സ്ലേവ് ടു സ്റ്റാൻഡ് മാറി നിൽക്കുവാനായിട്ടല്ല, ഒരു അപരിചിതനെ പോലെ, നോട്ട് ലൈക്ക് എ സ്ട്രേഞ്ചർ ടു സ്റ്റാൻഡ് അവേ, ബട്ട് ലൈക്ക് എ ഫ്രണ്ട് കം ക്ലോസ് ടു ഹിം. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, in the Epistle to the Hebrews chapter 4 verse 16, those of you in the Bible may turn up and see Epistle to the Hebrews, എബ്രായ ലേഖനം 4:16 പറയുന്നത്, let us boldly come to the throne of grace. കൃപാസനത്തിന്റെ സന്നിധിയിലേക്ക്, ഈ ദൈവത്തിന്റെ അടുക്കലേക്ക് let us come bold, ധൈര്യത്തോടെ, with full confidence let us come. Again the same message is heard in chapter 12 verse 22. Let us draw near with a true heart in full assurance of faith. ധൈര്യം പൂണ്ട് നമുക്ക് സമീപിക്കാം. അതുകൊണ്ട് ഈ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന വലിയ പദവി എന്ന് ചോദിച്ചാൽ, with full confidence we can come to him, we can approach him anytime without any reservation. ഇതാണ് നോക്കുവാനുള്ളത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ ഉത്തമ സ്നേഹിതനായി ഞാൻ ഇന്ന് സന്ധ്യയിൽ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. Aristotle, you must have heard about him, who lived 5 centuries before Christ, a great philosopher who lived in Athens, disciple of Socrates. Aristotle പറയുന്നുണ്ട്, അദ്ദേഹം ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുന്നത്, we need good friends when we are young. നാം ചെറുപ്പമായിരിക്കുമ്പോൾ നമുക്ക് ഉത്തമരായ സ്നേഹിതരെ ആവശ്യമുണ്ട്. എന്തുകൊണ്ട്? എന്തിനു വേണ്ടി നാം പറയുന്നത്? നാം തെറ്റിലേക്ക് വഴുതി പോകാതിരിക്കുവാൻ, to keep us from
straying away fall into error. നാം തെറ്റിലേക്ക് വഴുതി പോവാതെ നമ്മെ സൂക്ഷിക്കുവാൻ വേണം. We need good friends when we are young. Then he says, when we are in adulthood, പ്രായപൂർത്തി എത്തുന്ന സമയത്ത് we need good friends. എന്തിന്? നമ്മുടെ പ്രവൃത്തികളൊക്കെ അത് എക്സിക്യൂട്ട് ചെയ്യുവാൻ, വിജയപഥത്തിൽ എത്തിക്കുവാൻ also we need help and advice. We need good friends at the time. പിന്നെ അദ്ദേഹം പറയുന്നത് we need good friends when we are old. പ്രായം ആയി കഴിയുമ്പോഴും ഉത്തമരായ സ്നേഹിതരെ വേണം. എന്തുകൊണ്ടാണ്? ഹൃദയം ഒന്ന് തുറന്ന് പറയുവാൻ, ഒന്ന് സംസാരിക്കുവാൻ പ്രായമുള്ളവർക്ക് ആരുമില്ല. അതാ പ്രയാസം. I remember visiting old people in homes when I get up. അച്ഛൻ ഇത്തിരിയോടെ ഇരിക്കെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. Because they don't get anybody to share their problems. If you call the young people, they will run away. They have no time to spend with the older people. And then മറ്റ് ആരെങ്കിലും വിളിക്കാൻ ഒന്നുമില്ല. ഇപ്പോൾ അതുകൊണ്ട് the condition of our old people, പ്രായമായവരുടെ അവസ്ഥയാണ് ഇപ്പോൾ നാട്ടിൽ ഏറ്റവും പ്രയാസമേറിയതായിട്ട് ഞാൻ കാണുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ അവരുടെ ദുഃഖം ആരോടും പറയാനില്ലാതെ ഇപ്പോൾ ഓൾഡ് പീപ്പിൾസ് ഹോം അവിടെയൊക്കെ കൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ്. വല്ലപ്പോഴൊക്കെ അമേരിക്കയിൽ ചെല്ലുമ്പോഴൊക്കെ കാണും, ഹലോ അപ്പത്തെ അസുഖമാണോ പറഞ്ഞെങ്കിൽ പോലും കാശ് അവിടെ കൊടുക്കുന്നവർ കൊടുക്കും. കരുതോ ഒരു കാലത്ത് കാല് തിരുമാനും കൈ തിരുമാനും കൊച്ചുമക്കളും മക്കളുടെ മക്കളും മറ്റു അടുക്കലുണ്ടായിരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ പോയിപ്പോയിന്ന് അതിനി നമുക്ക് സ്വപ്നം കാണാൻ പോലും ഒക്കെയില്ലാത്ത ഒരവസ്ഥയാണ്. ആൻഡ് ഇത് ഒരു സോഷ്യൽ ആയിട്ടുള്ള ചേഞ്ച് ആൻഡ് ട്രാൻസ്ഫോർമേഷനാണ്. പക്ഷെ ഞാൻ അതിനെപ്പറ്റി അല്ല പറയാൻ വന്നത്. Aristotle says we need good friends when we are old. വാർദ്ധക്യത്തിൽ നമുക്ക് ആവശ്യമുണ്ട്. എന്തിനാണെന്ന് അറിയാമോ? ടു ഓപ്പൺ അവർ ഹാർട്ട്, ഒരു ഹൃദയം തുറക്കാൻ, ഹൃദയത്തിലെ പല വിഷയങ്ങളൊക്കെ പറയാനായിട്ട്. അപ്പൊ അതുകൊണ്ട് അച്ഛനോട് പറയും, അച്ഛനോട് എനിക്ക് ഇച്ചിരിയോടൊന്ന് സംസാരിച്ച് പറയാറുണ്ട്, എന്നിട്ട് പോയാൽ മതി. അച്ഛൻ പലപ്പോഴും കുട്ടിയോട് ആരെങ്കിലും കിട്ടിയാൽ ആ സമയം കൊണ്ട് അതിന് പ്രയോജനപ്പെടുത്തുവാനായിട്ടാണ്. So when you are young, you need good friends. When you are an adult, you need a good friend to execute your matters, your projects, and get them well done. And then when you are old, ഇതെല്ലാം അരിസ്റ്റോട്ടലിന്റെ ഭാവനയിൽ അദ്ദേഹം പറയുന്നതാണ്. ജീവിതത്തിന്റെ എല്ലാ അനുഭവത്തിലും ഒന്നുപോലെ ഉത്തമരായ സ്നേഹിതർ ഉണ്ടായിരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കം. ഞാനിന്ന് ചോദിക്കാം, where can we get such a good friend? I would say only in Jesus Christ. When you are young, he is our best friend. When you are in the bloom of your life, there also he was a youth, he was a young man. At the age of 33 or so, he lived in this world. He knew what are the temptations of the young people, and there could be a good friend. Not only that, even for the old people, Jesus is the best. അതുകൊണ്ട് യേശുവിനെ ഏറ്റവും ഉത്തമ സ്നേഹിതനായി ഞാൻ അവതരിപ്പിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ തോന്നാം. ഇത് തോളത്ത് കൈയിട്ടും കൊണ്ട് കൂട്ടുകാരൻ നടക്കുന്ന പോലെ കർത്താവിനെ കുറിച്ച് ചിന്തിക്കാൻ ഒക്കുമോ? ഇത്ര അഗമ്യ തേജോമയനായിരിക്കുന്ന the transcendent and the glorious God, can we think of him as such an ordinary friend? അല്ല, ഞാൻ പറയുന്നത് ഈ കർത്താവ് മഹോന്നതങ്ങളിൽ വസിക്കുന്നവനാണെങ്കിൽ തന്നെ നമ്മോട് താഴെ ഇറങ്ങി വരുവാൻ തക്കവണ്ണം he has condescended to be one with us, to be our best friend in this life. ഈ ജീവിതത്തിൽ എന്റെയും നിങ്ങളുടെയും ജീവിതം അർത്ഥപൂർണ്ണമാക്കുവാൻ, ധന്യമാക്കുവാൻ തക്കവണ്ണം he has humbled himself to become man and one with us, to share our burdens, to share our problems and our life. That is what Jesus did. അതാണ് യേശു ക്രിസ്തു ചെയ്തത്. അതുകൊണ്ട് ഈ സ്നേഹിതനായ യേശുവിനെ നമുക്ക് തന്റെ ആ നിലയിൽ കാണുവാൻ സാധിക്കട്ടെ. 3 കാര്യങ്ങൾ ഈ സ്നേഹിതനെ പറ്റി എനിക്ക് എടുത്തു പറയുവാനായിട്ടുണ്ട്. അതൊന്ന്, he loves the unlovable. Jesus is a friend who loves the unlovable. Who are the unlovable people? സ്നേഹിക്കപ്പെടുവാൻ അർഹതയില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ?
ഇത് നിങ്ങൾ ചോദിച്ചേക്കാം. പക്ഷേ there are some people, സമൂഹം വെറുക്കുന്നവര്, the social outcast, those who are hated by other people, അങ്ങനെയുള്ള ആളുകൾ ധാരാളം ഉണ്ടല്ലോ. അന്നുണ്ട്, ഇന്നുമുണ്ട്. കർത്താവിന്റെ കാലത്ത് അങ്ങനെയുള്ളവരായിരുന്നു the tax collectors and the publicans, ചുങ്കക്കാരും പാപികളും എന്ന് പറയുന്ന ആളുകൾ. പക്ഷേ കർത്താവ് ആരോടും കൂടി അധികവും തന്റെ സഹിത്വം പുലർത്തിയത്, തന്നെ പറ്റി അവർക്ക് പരാമർശിക്കുവാൻ ഉണ്ടായിരുന്നത്, the great criticism which the Pharisees made against Jesus was that he is a friend of the publicans and the sinners. That was the criticism. He is a friend of the publicans and sinners. അവരോടും കൂടി ആണ് തന്റെ സഹിത്വം എന്നാണ് പറയുന്നത്. You know, the publicans അല്ലെങ്കിൽ ഈ ചുങ്കക്കാരെന്ന് പറയുന്നവര് യഹൂദ സമൂഹത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ടവരാണ്, ഏറ്റവും പുറന്തള്ളപ്പെട്ടവരാണ്. അവരെ സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ടരാണ്, ഔട്ട്കാസ്റ്റ്. Why? Because they were serving a foreign government. അതൊന്ന്. രണ്ട്, they were not very keen about keeping the law and commandments. Three, they really extorted money from people. ജനങ്ങളിൽ പണം വളരെ അധികമായിട്ട് ഇങ്ങനെ ചോർത്തിയെടുക്കുന്ന ആള്, ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് the other Jews had no dealings with the tax collectors. അങ്ങനെയുള്ളവരാണ്, വെറുക്കപ്പെട്ടവരാണ്. Nobody would step into their house, nobody would have any social dealings with them, and they were hated. But remember, Jesus made one of his disciples a tax collector. And what was his name? Matthew. He had another name, a surname. You don't remember? Levi. Right. Levi in the Marnamamula Matai. Remember, Matthew was a tax collector. He belonged to this group of people who were social outcasts. And Jesus Christ called to be one of his beloved disciples. അങ്ങനെയുള്ള ഒരാളിനെയാണ് തന്റെ സ്നേഹിതനായി ശിഷ്യനായിട്ട് എടുത്തത്. And remember, to another publican, to another tax collector, he said, I will be your guest today. I want to visit your house. And he went and stayed in his house. And who was that tax collector? Zacchaeus was a guy, I know, a tax collector. And then the next day, there were rumors here and there. People in the corners talking to each other. Did you know that Jesus went and stayed with Zacchaeus, a notorious sinner? പാപിയായ ഒരു മനുഷ്യന്റെ വീട്ടിൽ പോയി പാർത്തു. That was the criticism they had to make. But what I say is that Jesus made friendship with the unlovable, with the people who were despised, hated, and who were considered as pariahs, as outcasts. അങ്ങനെയുള്ളവരെ സ്നേഹിക്കുന്നവരായിരുന്നു കർത്താവ്. And I shall recall one more scene, and that was in the Garden of Gethsemane. Our Lord was praying. You know what agony he went through. Even the sweat was blood. തന്റെ രക്തം വിയർപ്പ് തുള്ളികളായി പ്രവഹിക്കുന്ന തരത്തിൽ വേദനപ്പെട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇൻ ദ നൈറ്റ് ദർക്കം ടോർച്ചും ഒക്കെ പിടിച്ചുകൊണ്ട് കുറെ ആളുകൾ കടന്നു വരുന്നു. അവരുടെ മുമ്പിൽ ഈ പറയുന്ന പടയാളികൾ, റോമൻ പടയാളികളുണ്ട്, ദൈവാലയത്തിലെ അസിസ്റ്റൻസ് ഉണ്ട്, സൂക്ഷിപ്പുകാരുണ്ട്, the temple guards and the Roman soldiers. They were led by അവരെ നയിക്കുന്നവരുടെ മുമ്പിൽ ചൂട്ടും പിടിച്ചുകൊണ്ട് വരുന്ന ഒരുത്തരുണ്ട്. ആരാ? ജൂഡാസ് ഇസ്കറിയോട്ട്. കർത്താവിന്റെ 12 പേരിൽ ഒരുത്തരാണ് ഈ ഒറ്റിക്കൊടുക്കുവാനായിട്ട് അവർക്ക് വഴികാട്ടിയായിട്ട് യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത്. ഓർത്തു നോക്കുക, തന്നോടൊപ്പമുണ്ടായിരുന്ന, താൻ മുക്കിക്കൊടുത്തത് ഭക്ഷിച്ച, തന്റെ മാറും ഏറ്റവും അടുത്തിരുന്ന് തന്നോടൊപ്പമായി എല്ലാം അനുഭവിച്ച് 3.5 കൊല്ലം തന്നോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. Now he is coming to betray his own beloved master. മനുഷ്യചരിത്രം കണ്ടിട്ടുള്ളതിലേക്ക് വെച്ച് ഏറ്റവും നീചമായ ഒരു കൃത്യത്തിന് ഒരുപെട്ട് വരിക. ആ സമയത്ത് ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ എന്തോ വിളിച്ചതിനെ അവരുടെ മുഖത്തോട് നോക്കിയിട്ട്
നമ്മുടെ സംസ്കാരം അനുസരിച്ച് പലതും വിളിച്ചേരി. കോട്ടയത്തുകാരൻ അവരുടെ ഭാഷയും അവരുടെ സംസ്കാരം അനുസരിച്ച് അവൻ വിളിക്കും. മറ്റേ കുണ്ടറക്കാരൻ അവൻ്റെ ഭാഷയുണ്ട്, അവനനുസരിച്ച് വിളിക്കും. നമ്മൾ നമ്മുടെ നിലവാരത്തിൽ വിളിക്കും. But you know how Jesus addressed this treacher. ഈ വരുന്ന ട്രെച്ചർ ആക്ട് ചെയ്യുവാനായിട്ട് നടത്താനായിട്ട് വന്നവരെ വിളിച്ചത് സ്നേഹിത എന്നാണ് വിളിച്ചത്. പാറ പോലും അരിയത്തക്കവണ്ണുള്ള വാക്കാണ് സ്നേഹിത. Even to such a person who was coming to commit such an atrocious act, അത്ര നീചമായ ഒരു കൃത്യം ചെയ്യുവാൻ വരുന്നവരെ പോലും സ്നേഹിത എന്ന് വിളിച്ചതായിട്ട് നമ്മൾ കാണുന്നത്. ഞാൻ സൂചിപ്പിച്ചത് ജീസസ് loves the unlovable. That gives hope and confidence for you and for me. എനിക്കും നിങ്ങൾക്കും പ്രത്യാശ നൽകുന്നത് നമ്മുടെ യോഗ്യത, നമ്മൾ ഏതുമില്ലാത്തവരായിരിക്കാം, പലതരത്തിലുള്ള കുറവുകൾ നമുക്കുണ്ടാവാം. ഇൻ അവർ ഫാമിലി ലൈഫ്, ഇൻ അവർ പേഴ്സണൽ ലൈഫ് പലതരത്തിലുള്ള വൈകല്യങ്ങൾ, പലതരത്തിലുള്ള പോരായ്മകൾ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവാം. But remember, Jesus loves the unlovable. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുവനായിട്ടാണ് കർത്താവിനെ എനിക്ക് ഈ സമയത്ത് നിങ്ങളുടെ മുമ്പാകെ അറിയിക്കുവാനായിട്ടുള്ളത്. ഈ സ്നേഹത്തെ പറ്റിയാണ് സെന്റ് പോൾ പറയുന്നത്, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം. The love of Christ which passeth knowledge. You cannot comprehend the love of God. ദൈവത്തിന്റെ സ്നേഹം, യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെ നമ്മുടെ ബുദ്ധി കൊണ്ട്, ഐൻസ്റ്റീന്റെ ബുദ്ധി ആയിരുന്നാൽ പോലും you cannot comprehend it. It passes knowledge. നമ്മുടെ അറിവിനപ്പുറം പരിജ്ഞാനത്തെ കഴിയുന്ന ദൈവസ്നേഹം എന്ന് പറയുന്നത് ഈ സ്നേഹമാണ്. loving the unlovable എന്നുള്ളതാണ്. How sweet and honey like is the love of God, love of Christ. So first he loves the unlovable. രണ്ട്, ഈ സ്നേഹിതൻ ജീവിതത്തിന്റെ എല്ലാ അനുഭവത്തിലും നമ്മുടെ സ്നേഹിതനായി വരുന്നു. Not only in the times of distress, but all times. ജീവിതത്തിന്റെ എല്ലാ അനുഭവത്തിലും, ഉയർച്ചയിലും താഴ്ചയിലും, പ്രയാസത്തിലും നമ്മുടെ വിജയത്തിലും എല്ലാം ഒന്നുപോലെ നമ്മോടൊപ്പം നിൽക്കുന്ന ഒരു സ്നേഹിതൻ യേശുക്രിസ്തു മാത്രമാണ് എന്ന് ഞാൻ പറയട്ടെ. ജീസസ് ക്രൈസ്റ്റ് the same yesterday, today and forever. ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണ്. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. If you take the example of the prodigal son, he had many friends in his prosperous time. അവന്റെ അപ്പന്റെ പണം ഉണ്ടായിരുന്നു. ആ സമയത്ത് സ്നേഹിതന്മാർ ഒട്ടേറെ എപ്പോഴും അവനോട് കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ പണമെല്ലാം അവന് പോയി കഴിഞ്ഞു. Not a single friend with him. He was left alone. ഈ ലോകത്തിലെ സ്നേഹിതന്മാർ പലരും അങ്ങനെയാണ്. നമുക്ക് ഉയർച്ചയും എല്ലാവിധത്തിലുള്ളതായ പുരോഗതിയും നേട്ടങ്ങളും ഉള്ളപ്പോൾ നമ്മോടൊപ്പം സന്തോഷിക്കുവാൻ, നമ്മെ എല്ലാവിധത്തിലും സ്വീകരിക്കുവാൻ, സൽക്കരിക്കുവാൻ ഒക്കെ ധാരാളം സ്നേഹിതന്മാർ ഉണ്ടായി എന്ന് വരാം. പക്ഷെ തകർച്ചയിലേക്ക് പോകുമ്പോൾ, നമ്മുടെ വഞ്ചിക്ക് ഓട്ടം വീണ് താഴോട്ട് പോവുകയാണ്, മുങ്ങുവാൻ പോവുകയാണ് എന്നറിയുമ്പോൾ ഇവരൊക്കെ നമ്മിൽ നിന്ന് മാറിപ്പോകും. പക്ഷെ പോകാത്തവരായിട്ട് ചുരുക്കം പേര് കണ്ടെന്ന് വരാം. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് this friend Jesus of Nazareth, he is there all the time. അതറിയണമെങ്കിൽ ആ ബേധാനിയായ ഭവനം നിങ്ങൾ നോക്കാൻ മതി. ആ ഭവനത്തിൽ ഏറ്റവും വലിയ ഒരു ദുരന്തം ഉണ്ടായി. One member became seriously ill and he died. അറിയാമല്ലോ ആരാ മരിച്ചതെന്ന്? ലാസർ മരിച്ചു. ആ രോഗവിവരം ഉടനെ അറിയിച്ചു, നേരത്തെ തന്നെ അറിയിച്ചു, നിനക്ക് പ്രിയനായവൻ രോഗിയായിരിക്കുന്നു. They expected the coming of the Lord immediately because he loved them one by one. മാർത്തയും മറിയയും ലാസറിനെയും സ്നേഹിച്ചു എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. So they were hoping that Jesus immediately will come to their help and heal their brother, but he did not tell. And the poor brother died and he was buried. And then Jesus came. അവരുടെ രോഗ പ്രയാസത്തിന്റെ അവസ്ഥയിൽ പാരമ്പര്യയിൽ കർത്താവ് വന്നു എന്ന് മാത്രമല്ല, as you see him at the tomb of Lazarus, how do you see him there?
നാം കാണുന്നത് എങ്ങനെയാ? ഉള്ളം നൊന്ത് കലങ്ങി. അവൾ എഴുതിയിരിക്കുന്ന he was so much disturbed. ഉള്ളം നൊന്ത് കലങ്ങിയ ഗ്രീക്ക് വാക്ക് അവർ ഉപയോഗിച്ചിരിക്കുന്ന അടിവയറ്റിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു വലിയ വികാരമാണ്. ഉപരിതലത്തിലുള്ളതല്ല, ഉപരിതലത്തിൽ മാത്രം തോന്നുന്ന ഒരു വികാരമല്ല. He was so much disturbed, the depth of his heart. He was so much disturbed. അസ്വസ്ഥനായി ഉള്ളം നൊന്ത് കലങ്ങി. പിന്നൊരു വാക്കും കൂടി ഉണ്ട്, ജീസസ് വെപ്റ്റ്. കരഞ്ഞൊരു വാക്ക്. കരയുന്നവരോടുകൂടി കരയുന്നവരാണ്. He is one who weeps with those who weep. കരയുന്നവരോട് കരയുവാൻ, എൻ്റെ വേദനയിൽ എന്നെ ആശ്വസിപ്പിക്കുവാൻ വന്നിട്ടുള്ളതിൻ്റെ കർത്താവാണ്. നിങ്ങൾക്ക് അധികം പേർക്കും അറിയാൻ പാടില്ല ഞാൻ കടന്നുപോയിട്ടുള്ള രോഗങ്ങളെപ്പറ്റി. ഇതുവരെയുള്ള അതിനെപ്പറ്റി പല പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുള്ള 3 പുസ്തകങ്ങൾ. ഒന്നിൻ്റെ പേര് മൗനിയായ 7 ദിനങ്ങൾ എന്നാണ്. നാക്കേല് 4 റേഡിയം നീഡിൽ ഇംപ്ലാന്റ് ചെയ്തുകൊണ്ട് റേഡിയം സെല്ലിൽ അടയ്ക്കപ്പെട്ട സമയത്ത് അവിടെ കിടന്നുകൊണ്ട് എഴുതിയ പുസ്തകമാണ് മൗനിയായ 7 ദിനങ്ങൾ. അത് 10 എഡീഷൻ കഴിഞ്ഞു. ഇപ്പോഴും ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന ഒരു പുസ്തകമാണ്, കൊച്ചു പുസ്തകമാണ്. രണ്ടാമത് ഞാനൊരു പുസ്തകം എഴുതി. അത് മരണത്തോട് മുഖാമുഖമായിരുന്നു. മരിച്ചു എന്ന് വിചാരിക്കത്തക്കവണ്ണം തൈലാഭിഷേക ശുശ്രൂഷ ടേബിളിൽ കിടത്തി. ഏത് ടേബിളിലാണ്? സർജിക്കൽ ടേബിളിൽ, ഓപ്പറേഷൻ തിയേറ്ററിന് ഉള്ളിൽ തന്നെ തൈലാഭിഷേക ശുശ്രൂഷയും നടത്തിയതായിരുന്നു. മരണത്തോട് മുഖാമുഖമായിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. തീരുക അങ്ങനെ, വാട്ട് വിൽ ബി ദ ലാസ്റ്റ് വേർഡ് ഐ ആം ടു അട്ടർ. ഇനി എനിക്കൊരു വാക്ക് ഉച്ചരിക്കാൻ ഒക്കത്തില്ലെങ്കിൽ എന്ത് വാക്ക് ഉച്ചരിക്കണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. Praise the Lord. That was I thought that would be my last word. Praise the Lord. I said that. But അത് അത്ഭുതകരമായ സൗഖ്യം കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഓപ്പറേഷൻ. ആൻഡ് 10 ദിവസത്തേക്ക് ബ്ലീഡിങ് കണ്ടിന്യൂഡ്. പ്രോബ്ലം വൺ ആഫ്റ്റർ ദി അതർ. ഇങ്ങനെ പലതൊക്കെ വന്നപ്പോൾ എനിക്ക് പറയുവാനായിട്ടുള്ളത്, ഈ അവസ്ഥയിലൊക്കെ, പ്രയാസത്തിൻ്റെ അവസ്ഥയിലൊക്കെ, there was the Lord constantly comforting me. അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയില്ല. ഈ ആശ്വാസം നൽകുന്ന സ്നേഹിതൻ നമ്മോട് കൂടെ ഉണ്ട്. In our times of distress, in our times of trouble, he doesn't keep away from us. He stands close to us, weeping with us. നമ്മുടെ കണ്ണുനീര് ഒപ്പി മാറ്റുവാനൊക്കെ കൊണ്ടും നമ്മോടൊപ്പം കഴിയുന്ന ഒരുവൻ. അതാണ് ബേഥനിയിലെ കാര്യം ഞാൻ സൂചിപ്പിച്ചത്. In the time of their trouble, this friend was there. പിന്നെ നമ്മൾ മറ്റൊരു അവസരം കാണുന്നു, അവിടെ വലിയൊരു ഫീസ്റ്റ് ആ വീട്ടിൽ നടത്തിയിരിക്കുന്നു. എന്തിനായിരുന്നു ഫീസ്റ്റ് നടത്തിയെന്നറിയാമോ? To celebrate the raising of Lazarus, and all the invitees were there, great many guests were there. ഒക്കെ ഉണ്ട്. ആ വലിയ സന്തോഷം നിറഞ്ഞ അനുഭവമാണ് അവിടെ. And there also you could see Jesus at the head of the table. സന്തോഷത്തിന്റെ സമയത്തിൽ ആ കുടുംബത്തിൽ അവിടെ ഉണ്ട്. Not only in the time of trouble and distress, but in the time of your glory, your time of your victory, your time of great success, there also Jesus is there. എല്ലായ്പ്പോഴും എല്ലാ സാഹചര്യങ്ങളിലും ഉള്ള ഒരു സ്നേഹിതനായിട്ടാണ് നമുക്ക് ഓർക്കുവാനായിട്ടുള്ളത്. ഞാൻ ഓർക്കുന്നു, ഞാൻ 1959 അമേരിക്കയിൽ പഠിക്കാൻ വന്നതാണ്. എന്നാൽ യൂണിയൻ സെമിനാരിയിലാണ് ഞാൻ പഠിച്ചത്. അത് കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ചില പള്ളികളിലൊക്കെ പോകാൻ എനിക്ക് അവസരം കിട്ടി. നമ്മുടെ പള്ളിയിൽ ഒന്നുമില്ല അക്കാലത്ത്. ഒറ്റ ഇടവക പോലും ഓർത്തഡോക്സുകാരൻ്റെതില്ല, ന്യൂയോർക്കിലുമില്ല, ഒരിടത്തുമില്ല. പിന്നെ പോകുന്ന റഷ്യൻ പള്ളിയിലൊക്കെ പോയിട്ടുണ്ട്. എന്നെ പ്രസംഗിക്കാനായിട്ട് മെത്തഡിസ്റ്റുകാരുടെ പള്ളികളിൽ എന്നെ വിളിച്ചിരുന്നു. ഞാൻ പോകുമായിരുന്നു. കാരണം മടക്ക യാത്രയ്ക്കുള്ള പൈസ ഉണ്ടാകണം. പള്ളി പോകാനൊക്കെ ഇല്ലല്ലോ, സ്കോളർഷിപ്പ് ഒന്നുമില്ല. അപ്പോൾ പള്ളി പോയാൽ അവർക്ക് കിട്ടും. അങ്ങനെ അവർ പ്രോഗ്രാം സെമിനാരിക്കാർ തന്നെ അറേഞ്ച് തന്നു. ഞാൻ അങ്ങനെ പോയി ഓർക്കുന്നുണ്ട്. ഒരു മെത്തഡിസ്റ്റ് അച്ഛൻ, പോൾ ഹോൾസ്ലാൻഡ് എന്നാണ് പേര്. അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ ഞാൻ ചെന്നു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, 2 ദിവസം ഞാൻ കൂടെ താമസിച്ചു. Father Joshua, today I am going to meet my mother. അത് the old people's home. അവിടെ താമസിച്ചിരിക്കുകയാണ്. അവരെ കാണാൻ പോകുന്ന മാസത്തിൽ ഒരു ദിവസമാണ്. And this beloved son
visits the aged mother once a month. ഒരു കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലത്താണ്, about half an hour drive, only half an hour drive. Then I went with him. എന്തെങ്കിലും കണ്ണൊന്നും കാണാൻ വല്യമ്മയ്ക്ക് പല്ലൊക്കെ കൊഴിഞ്ഞു. ഞങ്ങൾ വാതിൽ തുറന്ന് അകത്തോട്ട് കയറി. ഉടനെ ഇപ്പോഴും ഞാൻ നന്നായിട്ട് ഓർക്കുന്നു, that picture is very clear in my mind, vivid in my mind. And then പറഞ്ഞു, മമ്മി ഞാൻ പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മകൻ ചെന്നത്. മകൻ അമ്മയെ കിസ് ചെയ്തു. അത് കഴിഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഫ്രണ്ട് ഫ്രം ഇന്ത്യ. ആൻഡ് ഞാൻ കൈ നീട്ടി. അപ്പോൾ അമ്മ തപ്പി പിടിച്ച് എൻ്റെ കയ്യിൽ പിടിച്ചു. അതൊക്കെ കഴിഞ്ഞു. കുശല പ്രശ്നങ്ങളൊക്കെ നടത്തി കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. എന്നോട് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. അതിന് മുമ്പ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ വലിയൊരു പാട്ട് പാടാനായിട്ട് തുടങ്ങി. ഇംഗ്ലീഷിൽ പാട്ട് പാടാനായിട്ട് തുടങ്ങി. ആ പാട്ട് വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്, നിങ്ങൾക്ക് പലരും അറിയാവുന്ന പാട്ടാണ്. such a sweet song, what a friend we have in Jesus. അത് പാടുമ്പോൾ ഈ വലിയമ്മയുടെ കൈ ഇങ്ങനെ രണ്ട് കൈ ഇങ്ങനെ അടിച്ചു, വാട്ട് എ ഫ്രണ്ട് വി ഹാവ്. അവരതിൽ തന്നെ പിന്നെ അത് പാടിക്കൊണ്ടേ ഇരിക്കുക. ഷീ ഡസൻറ്റ് സ്റ്റോപ്പ്. ഇന്ന് പ്രാർത്ഥിക്കണമല്ലോ, പ്രാർത്ഥിക്കുന്നതിന് അവർ നിർത്തിയിട്ട് വേണ്ട പ്രാർത്ഥിക്കാനായിട്ട്. It took more than 5 minutes for her to stop it. പിന്നെ അമ്മ അപ്പം പോൾ ചില കൈക്കൊന്ന് പിടിച്ചപ്പോഴാണ് അവർ ആ കാര്യം തന്നെ മനസ്സിലാകുന്നത്. ആ പാട്ടിൽ അത്രയെങ്കിലും ജയിച്ചിരുന്നു. ഞാൻ അന്ന് മുതൽ ഓർക്കുന്ന ഒരു കാര്യമാണ്, at her old age there was nobody to share her burdens, and there was no such intimate friend, and then only the Lord Jesus was her friend. ആ ചിന്തയിൽ നിന്നാണ് what a friend we have in Jesus. In times of trouble, in times of distress, he is there with us. ആ ഒരു ചിന്തയിലാണ് അവരെ പാട്ട് പാടിയത്. ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്, he is a friend who comes to us in every moment of our life, not only in the time of trouble but also in the time of our glory and victory and success. അങ്ങനെയുള്ള ഒരു സ്നേഹിതനായിട്ടാണ് കർത്താവിനെ നമുക്ക് കാണുവാനായിട്ടുള്ളത്. ആ കർത്താവ് പറയുന്നത്, be cheerful, I have overcome the world. പ്രയാസമുള്ള സമയത്ത് അടുത്തു വന്ന് പറയുന്നത്, be cheerful, I have overcome the world. ഭയപ്പെടേണ്ട, ധൈര്യപ്പെടുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന്. ഈ സ്നേഹിതനെ കുറിച്ചാണ് എനിക്ക് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്. മൂന്നാമത് ഒരു കാര്യം കൂടി ഈ സ്നേഹിതനെ പറ്റി പറയട്ടെ. അത് മറ്റൊന്നുമല്ല, നമുക്ക് വേണ്ടി ജീവനെ വെച്ച സ്നേഹിതനാണ്. കർത്താവ് തന്നെ പറയുന്നു, സെന്റ് ജോൺ ചാപ്റ്റർ 15 verse 15-13 he says, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ വെക്കുന്നതിനും അധികമായ സ്നേഹം ആർക്കുമില്ല. ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത് one who lays down his life for his friend. and അത് പറയാൻ എളുപ്പമാണ്, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ വെക്കണമെന്ന്. But Jesus is the one who laid down his life for those whom he loved. അവൻ നമുക്ക് വേണ്ടി പ്രാണനെ വെച്ച് തന്നതിനാൽ സ്നേഹം എന്തെന്ന് നാം അറിഞ്ഞിരിക്കുന്നു. 1 John chapter 3 verse 16. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ച് തന്നിരിക്കുന്നതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. He laid down his life for us because he loved me. അതുകൊണ്ടാണ് സെന്റ് പോൾ പറയുന്നത്, എന്നെ സ്നേഹിച്ച്. ആ കൈ പറയുമ്പോൾ എനിക്ക് തോന്നുന്ന കൈ നെഞ്ചത്ത് പൗരസ് വെച്ച് കാണും. പക്ഷെ എഴുതുന്ന സമയത്ത് നെഞ്ചത്ത് കഴിക്കാനൊക്കെയില്ല. ബട്ട് ഇഫ് യു ആർ സേയിങ് ദാറ്റ് ഹി വുഡ് സേ, എന്നെ സ്നേഹിച്ച്. എങ്ങനെയുള്ള എന്നെ? കർത്താവിന് എതിരായിട്ട് നിന്നവനായിരുന്നു ഞാൻ. I was standing against him. I was persecuting his followers. I was his enemy number 1. അങ്ങനെയുള്ള എന്നെ സ്നേഹിച്ച് പിന്നെ പറയുകയാണ്, എനിക്ക് വേണ്ടി ജീവനെ വെച്ച എൻ്റെ കർത്താവ്. Galatians chapter 2 verse 20 he says that, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവനെ വെച്ച എൻ്റെ കർത്താവ്. ആ കർത്താവിനെ കുറിച്ചാണ് നമുക്ക് ഓർക്കുവാനായിട്ടുള്ളത്. മറ്റാരെ കുറിച്ചും അത് പറയുവാനായിട്ട് ഒക്കെയില്ല. മറ്റൊരു സ്നേഹിതനെ പറ്റി പറയാനൊക്കെയിട്ടുള്ള 3 കാര്യങ്ങൾ ഈ നിസ്തുല സ്നേഹിതനായ യുണീക്കായിട്ടുള്ള ക്രിസ്തുവിനെ പറ്റി ഞാൻ സൂചിപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. ഒന്ന് ഞാൻ പറഞ്ഞത്, he loves the unlovable. That gives us confidence.
കഴിഞ്ഞ ജീവിതത്തിൽ എന്തെല്ലാം പാഴ്ചകളും എന്തെല്ലാം പോരായ്മകളും ഉണ്ടെങ്കിലും ജീസസ് loves me in spite of all my wickedness, my perversions, my failures. He loves me. He loves the unlovable. Secondly, we heard he is a friend who is all the time with us under every circumstance, not only in our ups but in our downs also. എല്ലാ ജീവിതത്തിൻ്റെ അനുഭവത്തിലും ഒന്നുപോലെ നമ്മോട് കൂടെ വർത്തിക്കുന്നവനായ കർത്താവാണ്. And lastly, that the uniqueness of Christ, only in Christ you can see a friend who lays down his life for those whom he loves. താൻ സ്നേഹിച്ചവർക്ക് വേണ്ടി തന്റെ ജീവനെ വെച്ചവനായ കർത്താവാണ്. ഈ കർത്താവിനെ പറ്റിയാണ് നമുക്ക് അറിയുവാൻ, തന്നോട് സ്നേഹത്തിലേക്ക് വരുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകേണ്ടത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ഒരു പാട്ടും കൂടെ പാടിയിട്ട് വി ഷാൽ ഫോളോ. ഈ കർത്താവിനോടുള്ള സ്നേഹം നമുക്ക് എങ്ങനെ പുലർത്തണം എന്ന് ഉള്ളതിനെ പറ്റി നമുക്ക് പിന്നാലെ ഒരു പാട്ടിന് ശേഷം നമുക്കത് കേൾക്കാം. ഞാൻ സമയത്ത് ഓർമ്മപ്പെടുത്തട്ടെ. യേശുവേ എൻ പ്രാണനായക എന്നുള്ള പാട്ട് നമുക്ക് പാടാം. പേജ് 126. യേശുവേ എൻ പ്രാണനായക സഹോദരങ്ങളെ, നമുക്ക് കേട്ടപ്പോൾ യേശുവിനെ ഇത്ര നിസ്തുലനായ ഒരു സ്നേഹിതനായ കർത്താവിനെ കുറിച്ച് കേട്ടപ്പോൾ ആ കർത്താവിനോടുള്ള സഖിത്വം, that friendship with Jesus Christ is to be experienced. That will be your desire. I know everyone wants to be a good friend of our Lord Jesus Christ because he called you as you are my friends. But how can we maintain that friendship with Jesus Christ? Tell me three things very simply and briefly. First of all, return that love. സ്നേഹം ഒരിക്കലും one way traffic അല്ല. സ്നേഹം എപ്പോഴും വായുവയാണ്, രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ തമ്മിലുള്ള ബന്ധമായിരുന്നാലും ഈ ലവ് ഈസ് നെവർ വൺ വേ. ഇറ്റ് ഹാസ് ടു ബി റെസ്പോണ്ടഡ്. കർത്താവ് എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കണം എന്ന് നമ്മളൊന്ന് പറഞ്ഞാൽ പോരാ. വി ഷുഡ് റിട്ടേൺ ദാറ്റ് ലവ്. കർത്താവിനെ സ്നേഹിക്കുവാൻ നമ്മൾ ഒരുങ്ങുന്ന സമയത്ത് മാത്രമേ അത് സാധ്യമാകുള്ളൂ എന്ന് നിങ്ങൾ ഓർക്കണം. കർത്താവ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതാണ്. The risen Lord on the bank of the lake side of Gennesaret or Tiberias or Galilee, എല്ലാ പേരും അത് വിളിക്കുന്നതാണ്. ആ തടാകത്തിന്റെ തീരത്ത് on that morning our Lord asked Peter, his beloved disciple, ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ ഇവനേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? Lovest thou me more than these? ഈ ചോദ്യമാണ് കർത്താവ് ചോദിക്കുന്നത്. മറ്റൊന്നുമല്ല, നീ എത്ര പ്രസംഗം ചെയ്യുമെന്നോ, നീ എത്ര അത്ഭുതങ്ങൾ ചെയ്യുമെന്നോ ഒന്നുമല്ല. കർത്താവ് എന്നോട് ചോദിക്കുന്നത്, നിങ്ങളോട് ചോദിക്കുന്നത്, നീ എല്ലാത്തേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. നീ പള്ളിയുടെ കൈക്കാരനായിരുന്നുവോ, അല്ലെങ്കിൽ നീ മറ്റെന്തൊക്കെ നേർച്ചകൾ കൊടുത്തതോ, അല്ലെങ്കിൽ നീ മറ്റെന്തെല്ലാം തീർത്ഥയാത്ര ചെയ്തതോ, അല്ലെങ്കിൽ ഇതൊന്നുമല്ല ഒന്ന് ചോദിക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, മറ്റതൊക്കെ സെക്കൻഡറിയാണ്. Most important thing in life, in spiritual life, in Christian life, is loving the Lord. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കുന്ന ആ സ്നേഹം. And that is why what Christ is asking you personally, lovest thou me more than this? ഇവരെക്കാൾ അധികമായി സ്നേഹിക്കുന്നുവോ എന്നുള്ളത് നമുക്കൊന്ന് പറയാൻ. കർത്താവേ, എല്ലാത്തേക്കാൾ അധികമായി ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം അതാണ്. എൻ്റെ ഭാര്യയെക്കാൾ, എൻ്റെ ഭാര്യയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ള ആൾ. ബട്ട് ദാറ്റ് ഈസ് ട്രൂ. എൻ്റെ അമ്മയാണ് എന്നെ ഈ ലോകത്തിലേക്ക് വരുന്നതിന് കാരണമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ അമ്മയാണ് ഞാൻ ഒരു കർത്താവിൻ്റെ വേലയ്ക്ക് വരണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത് എൻ്റെ അമ്മയാണ്. അതുപോലെ എനിക്ക് ഒത്തിരിയേറെ എന്നോട് കൂടി കാൽ വന്നപ്പോൾ ഒരാളോട് ചോദിച്ചു, ആരൊക്കെയാണ് അച്ഛനെ പ്രേരിപ്പിച്ചിട്ടുള്ളത്, പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതെന്ന്. ഒട്ടേറെ പേര് എന്നെ ആത്മീയ കാര്യങ്ങളിലേക്ക് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്
I am indebted to them all. But അവരിലൊന്നും അവർക്കൊക്കെ അതീതമായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ കർത്താവാണ്. കർത്താവിനോടുള്ളതായ സ്നേഹത്തിന് തുല്യമായി മറ്റാരോടും ഒന്നിനോടും ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളത് നാം പ്രത്യേകിച്ച് ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് സെന്റ് പോൾ പറയുന്നത്, കർത്താവിനോടുള്ള സ്നേഹത്തിൽ നമ്മെ യാതൊന്നും വേർപെടുത്തുവാൻ സാധ്യമല്ല എന്ന് ഉറച്ചിരിക്കുന്നു. Nothing can separate me from the love of God in Jesus Christ, in Christ Jesus. Nothing. യാതൊന്നും ഈ സ്നേഹത്തിൽ വേർപെടുത്തുവാൻ കഴിയില്ല എന്ന് പറയുവാൻ തക്കവണ്ണം are you prepared to return that love? നിനക്ക് വേണ്ടി ജീവനെ വെച്ച കർത്താവിന് ആ സ്നേഹം തിരികെ കൊടുക്കുവാൻ നമുക്ക് കഴിയുമോ? ഇതാണ് ചലഞ്ച്. രണ്ടാമത്, സ്നേഹം തുടരണമെങ്കിൽ, സാഹിത്യം തുടരണമെങ്കിൽ ഹൃദയം പകരണം. കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയം പകരണം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം നിർബാധം തുടരണമെന്നുണ്ടെങ്കിൽ അന്യോന്യ ഹൃദയം പകരണം. അല്ലാതെ ഈ ഭാര്യാഭർത്തൃ ബന്ധം നിലനിൽക്കില്ല. ഭാര്യ ഒന്നും മിണ്ടുകയില്ല, ഭർത്താവൊന്നും മിണ്ടുകയില്ല. വന്നു കേട്ടു വരുന്നു, ഉറങ്ങിപ്പോയി, ഭക്ഷണവും എടുത്ത് വിളമ്പി വെക്കും, കഴിയും. അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ രണ്ടുപേരും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. They sleep maybe in the same room, but there is no communication. ഹൃദയം പകരുമ്പോൾ മാത്രമേ നമുക്ക് ബന്ധം ഉണ്ടാവുകയുള്ളൂ. Then only friendship will be possible. And ഇതുപോലെ കർത്താവിന്റെ സന്നിധിയിൽ ഹൃദയം പകരുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ വികാരങ്ങളും, എല്ലാ ഭാവങ്ങളും, എല്ലാ കാര്യങ്ങളും കർത്താവിന്റെ അടുക്കത്തിൽ പങ്കുവയ്ക്കണം. We should share. എല്ലാ കാര്യങ്ങളും കർത്താവിൽ. ഒന്ന് തെറ്റ് പറ്റിപ്പോയി എങ്കിൽ, കർത്താവെ എനിക്ക് ഇങ്ങനെ അബദ്ധം പറ്റി എൻ്റെ വാക്കില് അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തിയില്, you just come and tell him and you find something very happy events in your life. കർത്താവെ നിനക്ക് സ്തുതി, ഈ ഇത് സാധ്യമാക്കി തീർത്തു, നിനക്ക് സ്തോത്രം. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും കർത്താവുമായി പങ്കുവയ്ക്കുന്ന ആ ഒരു അനുഭവത്തിലാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഒരു സ്ത്രീ പറയുകയുണ്ടായി, അവൾ ചുണ്ടനക്കിയതേ ഉള്ളൂ, പക്ഷേ അത് ആ പുരോഹിതന് കടന്നുപോയപ്പോഴേ തെറ്റിദ്ധരിച്ചു. അവൾ വീഞ്ഞു കുടിച്ച് മത്തടിച്ച് ചേരമൊക്കെ പിച്ചു ചുണ്ടനക്കുകയായിരുന്നു. പക്ഷെ അവള് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എന്നെ അവിടുന്ന് തെറ്റിദ്ധരിക്കരുത്, ഞാൻ അങ്ങനെയുള്ള ഒരു കരക്കാരിയല്ല. ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ എൻ്റെ ഹൃദയം പകരുകയായിരുന്നു. I was just pouring out my heart before the Lord. Who was this lady who said that? Hannah. Hannah, the mother of Samuel. The mother of Samuel. Hannah പറഞ്ഞത് ആ വാക്കുകൾ വളരെ അർത്ഥവത്താണ്. എൻ്റെ ഹൃദയം ഞാൻ പകരുകയാണ്. പ്രാർത്ഥിക്കാണെന്ന് പറഞ്ഞില്ല, ഞാൻ എൻ്റെ ഹൃദയം പകരുകയാണ്. അത് ഒരു അർത്ഥപൂർണമായ ഒരു പ്രസ്താവനയാണ്. ഹൃദയം പകരുന്നത് കർത്താവിന്റെ സന്നിധിയിൽ വന്ന് രാത്രിയുടെ നിശബ്ദതയിലൊക്കെ ഒന്ന് ഉറങ്ങാതെ കിടക്കുമ്പോൾ അതും ഇതുമൊക്കെ ആയിട്ട് കുശുമ്പും കുഞ്ഞായ്മയും ഒക്കെ ചിന്തിച്ചും മറ്റുമൊക്കെ കിടക്കാതെ ഒന്ന് എഴുന്നേറ്റിരുന്ന് ഹൃദയം ഒന്ന് പകരാൻ നമുക്കൊന്ന് സമയം എടുക്കാൻ നോക്കുന്നു. തീർച്ചയായിട്ടും സാധിക്കണമെന്ന് എനിക്ക് പറയുവാനായിട്ടുള്ളത്, നമ്മുടെ പ്രയാസങ്ങൾ വരുമ്പോൾ ആ ഹൃദയം ഒന്ന് പകരാൻ, സന്തോഷകരമായ അനുഭവങ്ങൾ വരുമ്പോൾ let us come to the feet of the Lord and open our heart before him. അവിടുത്തെ മുന്നിൽ നമ്മുടെ ഹൃദയം ഒന്ന് പകരാം. അതിനുള്ള അനുഭവം നിങ്ങളോട് എടുക്കട്ടെ. Let that be our prayer experience. അങ്ങനെ വരുമ്പോൾ ഈ സഹിത്വം നമുക്ക് സുസാധ്യമായി തീരും. ഒന്നാമത് ഞാൻ പറഞ്ഞതുപോലെ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എല്ലാറ്റേക്കാൾ അധികമായി നിന്നെ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞ പത്രോസിനോടൊപ്പം ചേർന്ന്, രണ്ടാമത് നമുക്ക് നമ്മുടെ ഹൃദയം പകരുവാൻ തക്കവണ്ണം എല്ലാ കാര്യങ്ങളും തെറ്റ് പറ്റിയാൽ അവിടുത്തെ മുമ്പിൽ ജയിച്ചു പറയാം. അതാ നമുക്ക് പറ്റിയ ഒരു അർത്ഥമാണെങ്കിൽ ചിലപ്പോൾ സംസാരിച്ചൊക്കെ പാകപ്പിഴകൾ വരാം. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒന്നാണ് സംഭാഷണത്തിലും മറ്റുമൊക്കെ വന്നു പോകുന്നത്. That night itself I spent time before the Lord. Lord, forgive me. I was careless in my conversation or in my behavior. And അതുപോലെ മറ്റ് സന്തോഷമുള്ള അനുഭവങ്ങൾ വരുമ്പോഴും ഇതുപോലെ ദൈവസന്നിധിയിൽ ഹൃദയം പകരുന്ന ആ ഒരു ബന്ധമാണ് ഈ സഹിത്വത്തിൻ്റെ ദാർഢ്യത്തിന്, അതിൻ്റെ ഉറപ്പിന്, സ്ട്രെങ്തനിങ്ങിന് നമ്മൾ സഹായിക്കുന്നത്. ആൻഡ് ലാസ്റ്റ്ലി, ഫൈനലി എനിക്ക് പറയുവാനായിട്ടുള്ളത്,
സംശയം കൂടാതെ പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കണം ഈ സ്നേഹിതന്. അബ്സല്യൂട്ട് ഫെയ്ത്ത് ഇൻ ദിസ് ഫ്ലൈറ്റ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. എനിക്ക് എൻ്റെ കർത്താവ് മതിയായവനാണെന്നുള്ള ആ സ്നേഹം ഒരിക്കലും കുറഞ്ഞു പോവുകയില്ലെന്നുള്ള അപൂർണമായ വിശ്വാസമാണ് ഈ സഹിത്വത്തിൻ്റെ എല്ലാം അതിനെ ദൃഢപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അബ്സല്യൂട്ട് ഫെയ്ത്ത് ഇൻ ദ ലോർഡ് ജീസസ്. അത് ഒരു പ്രശ്നവുമില്ല. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ക്യാമ്പിൽ വന്ന ഒരാളുമായിട്ട് എനിക്ക് സംസാരിക്കുവാൻ ഇടയായി. ആ അവസരത്തിൽ എന്നോട് പറയുകയായിരുന്നു, ഐ ഹാഡ് ഡീപ് ഫെയ്ത്ത് ഇൻ ദ ലോർഡ്. കർത്താവ് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, പ്രാർത്ഥനയുണ്ടായിരുന്നു. ബട്ട് ദെൻ ഐ ഹാഡ് ബ്രസ്റ്റ് ക്യാൻസർ. ക്യാൻസർ ഉണ്ടായി, മാസ്റ്റോട്ടമി ചെയ്തു. അതോടുകൂടി എൻ്റെ വിശ്വാസത്തിലൊക്കെ ഒരു വലിയ ഇളക്കം ഉണ്ടായി. ഇത് ദൈവം ഇങ്ങനെ എന്നെ പരീക്ഷിക്കത്തോളം ചെയ്തു. ദൈവം കർത്താവിൻ്റെ സ്നേഹമുണ്ടെന്നൊക്കെ പറഞ്ഞു. ഹൗ കെൻ ഐ റിലൈ ഓൺ ഹിം? ബട്ട് ദിസ് ഹാസ് ഹാപ്പൻഡ് ടു മീ. എനിക്ക് എന്തായാലും ഇങ്ങനെ. അപ്പോൾ അതിന് ഞാൻ ആ പള്ളി ഇറങ്ങിപ്പോയി. എൻ്റെ വിശ്വാസത്തിൽ വലിയൊരു ഉലച്ചിൽ പറ്റി. എനിക്കതുകൊണ്ട് ഇപ്പോഴും അത് ഞാൻ പൂർണ്ണമായെങ്കിൽ കുറച്ച് ഞാൻ ഓവർകം ചെയ്തു. അങ്ങനെ ഞാൻ അങ്ങനെ എൻ്റെ കാര്യം പറഞ്ഞു. എനിക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ. എനിക്ക് മാത്രമല്ല, ഞാൻ തന്നെ told her, even my wife has to share the same problem with me. ഞാൻ സാധാരണയായിട്ട് പറയാറുണ്ട്, we are partners in life. My wife and myself, we are partners in life, but also we are partners in sickness. രോഗത്തിൽ ഞങ്ങൾ പങ്കാളികളാണ്. The same sickness, അതേ രോഗം തന്നെ, ക്യാൻസർ തന്നെ. അത് കേൾക്കും. ഒരാൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെ വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ദൈവം അത്ഭുതകരമായി ചെയ്ത് അതിന് ശേഷമാണ് വളരെയധികമായ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുവാനും യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ തക്കവണ്ണമുള്ള അവസരം കിട്ടിയത് ഇതോട് കൂടിയാണ്. മുമ്പത്തെക്കാൾ കൂടുതൽ ദൃഢമായിരിക്കുന്ന ഒരു വിശ്വാസം ഉണ്ടാകുവാൻ this has enabled us. I told her, അധികം ഫലം പുറപ്പെടുവിക്കേണ്ടതിന് തോട്ടക്കാരൻ എന്തോ ചെയ്യുന്നു. മുന്തിരിയെ അധികം ഫലം പുറപ്പെടുവിക്കുന്ന കൊമ്പുകളെ പറ്റി പറഞ്ഞിരിക്കുന്നത് അധികം ഫലം പുറപ്പെടുവിക്കേണ്ടതിന് എന്ത് ചെയ്യുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? ചെത്തി വെടിപ്പാക്കുന്നു. There is a pruning process. The gardener undertakes the pruning process for what? So that you may bear more fruit. അധികം ഫലം പുറപ്പെടുവിക്കേണ്ടതിനാണ്, നശിപ്പിക്കാനല്ല. നമുക്ക് തോന്നില്ല ചെത്തി കളയുമ്പോൾ അയ്യോ ഒരു കടുങ്കയ്യായി പോയല്ലോ, ഇത്രയും വേണമായിരുന്നോ എന്നൊക്കെ നമുക്ക് തോന്നാം. But the gardener knows at what time this pruning should take place. അത് ഇവിടെ വെച്ചാണ് ചെത്തി കളയേണ്ടത് അറിയാം. എത്ര മാത്രമേ അത് ചെത്തി കളയാവൂ എന്നറിയാം. He knows it exactly. അതുപോലെ മാത്രമേ ചെയ്യുകയുള്ളൂ. The gardener is very careful. അതിനേക്കാൾ കെയർഫുള്ളാണ് എൻ്റെ കർത്താവ്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള പരിശോധനകൾ നമുക്ക് വരുമ്പോൾ that we may bear more fruit, കൂടുതൽ ദൈവത്തിൻ്റെ സാക്ഷ്യം വെളിപ്പെടുത്തുവാനായിട്ടാണ്. So Lord, അതേപ്പറ്റി ഒരിക്കലും വിശ്വാസം മാറിപ്പോകില്ല. Absolute trust in the Lord. കർത്താവിനുള്ള പൂർണ്ണമായ ആ വിശ്വാസമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ സമയത്ത് നിങ്ങളെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നത്. നമുക്ക് ഈ കർത്താവിനോട്